നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. അതേപോലെ സെർച്ച് ചെയ്ത് പല കാര്യങ്ങളും നമ്മൾ കാണാറുമുണ്ട്. പല കാര്യങ്ങളും നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്നതായിരിക്കാം, മറ്റുള്ളവർ അറിയേണ്ടാത്ത കാര്യങ്ങളും ഉണ്ടാകാം. നമ്മളറിയാതെ നമ്മുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, ഏതെല്ലാം വീഡിയോസാണ് നമ്മൾ കാണുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 3 ഡോട്ടാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ആ 3 ഡോട്ടിൽ നിങ്ങളിന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഡിലീറ്റ് ബ്രൗസിങ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ ഇവിടെ ഡിലീറ്റ് ബ്രൗസിങ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കണ്ടോ, ഇതാണത്. ഇവിടെ കാണാൻ കഴിയും. നിങ്ങളതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മുകളിലായിട്ടുണ്ടോ ഇവിടെ ലാസ്റ്റ് 15 മിനിറ്റ് എന്നാണ് കിടക്കുന്നത്. കാരണം അവസാന 14-15 മിനിറ്റിലെ ഹിസ്റ്ററിയാണ്. അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സെലക്ട് ആക്കും. താഴെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഫോണിൽ നിന്നും പൂർണ്ണമായിട്ടും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങളിത് ചെയ്യണം. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഫോൺ കൊടുക്കാറുള്ളവരാണ്, സുഹൃത്തുക്കൾ എടുക്കാറുള്ളവരാണ്. അപ്പോൾ നമ്മുടെ പ്രൈവസി, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് അവർ മനസ്സിലാക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള 3 ഡോട്ടിൽ വീണ്ടും ഒന്ന് ടച്ച് ചെയ്യുക. കണ്ടോ ഇവിടെ 3 ഡോട്ടുണ്ട്, അവിടെ വീണ്ടും ഒന്ന് ടച്ച് ചെയ്യുക. വീണ്ടും ഇവിടുന്ന് സെറ്റിങ്സ് എടുക്കുക. അവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇൻകൊജിനിറ്റോ മോഡ്. കണ്ടോ ഇൻകൊജിനിറ്റോ മോഡ്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. കണ്ടോ ഇതാണത് ഇൻകൊജിനിറ്റോ മോഡ്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. മുകളിലായിട്ട് ഒരു സെർച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും മുകളിൽ കണ്ടോ ഇവിടെ ഒരു സെർച്ച് ഉണ്ട്. അവിടെ നിങ്ങൾ www.google.com എന്ന് സെർച്ച് ചെയ്യുക. www.google.com ഉണ്ടോ google.com. ഞാൻ സ്ക്രീനിലത് എഴുതിയിട്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുക www.google.com. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു വിൻഡോ വരുന്നത് അതേപോലെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. കണ്ടോ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് www.google.com. കണ്ടോ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ ആയിരിക്കും. ഏറ്റവും മേളിലായിട്ട് google.com കാണാൻ കഴിയും. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. കണ്ടോ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഫസ്റ്റ് വിൻഡോ വരുന്നത് അതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. കണ്ടോ എന്ത് കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നേരത്തെ ഗൂഗിൾ ക്രോമിൽ നോർമലായിട്ടുള്ളപ്പോൾ ചെയ്തിരുന്നത് അതേപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഇനി ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററി ഒന്നും നമ്മുടെ ഫോണിൽ സേവ് ആകില്ല. കണ്ടോ നമുക്ക് ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കാം ഇവിടുന്ന്. കണ്ടോ ഹിസ്റ്ററി എടുക്കുമ്പോൾ കണ്ടോ ഒരു ഹിസ്റ്ററിയും ഇവിടെ സേവ്ഡ് അല്ല. കണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സൈറ്റ് ദാറ്റ് യു ഹാവ് വിസിറ്റ് ആർ നോട്ട് സേവ്ഡ് ഇൻ ഇൻകൊജിനിറ്റോ മോഡ്. ഇൻകൊജിനിറ്റോ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് സെർച്ചാണ്. നമ്മൾ അവിടെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ഫോണിൽ സേവ് ആവില്ല. അപ്പോൾ നിങ്ങളിനി ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇൻകൊജിനിറ്റോ മോഡിൽ കയറിയിട്ട് വേണം സെർച്ച് ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫോണിൽ ഒരിക്കലും നമ്മുടെ സെർച്ചൊന്നും സേവ് ആവില്ല. ആരെങ്കിലും ഫോൺ എടുത്താലും നമ്മുടെ ഒരു സെർച്ച് ഹിസ്റ്ററിയും ആർക്കും കാണാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്ത ആൾക്കാർ ഇത് മനസ്സിലാക്കുക. ഇങ്ങനെ സെർച്ച് ചെയ്യുക.